ഹലോ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? നമ്മളൊരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ അല്ലേ? നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ പഠിച്ചു. അതുപോലെ തന്നെ ട്രെയിനിങ് സ്കില്ലുകൾ പഠിച്ചു. ഇനി നമുക്ക് സോഫ്റ്റ് സ്കില്ലുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. പാരൻറ്റിങ്. ഇപ്പോൾ എന്താണ് പാരൻറ്റിങ്? നമ്മളൊക്കെ പാരൻറ്റിങ് ഒന്നെങ്കിൽ നടത്തുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് പാരൻറ്റിങ് കിട്ടിയ ആളുകളാണ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പോകുന്ന സംഗതിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. പാരൻറ്റിങ് ഒരു ആർട്ടാണെന്നുള്ളതാണ്. ചിത്രം വരക്കുന്നത് പോലെ, അതുപോലെ ഒരു വ്യത്യസ്ത ആർട്ടുകൾ, ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ, അതേപോലുള്ള ഒരു ആർട്ടാണ് പാരൻറ്റിങ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആർട്ട് പഠിക്കണം. പാരൻറ്റിങ് നടത്തുന്ന സമയത്ത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കണം. പ്രോബ്ലം സോൾവിങ് സ്കില്ല് പഠിക്കണം. കുട്ടികളെ നെർച്ചർ ചെയ്യാനുള്ള സ്കില്ല് പഠിക്കണം. ഈ എല്ലാ സ്കില്ലുകൾക്കും എല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലൊരു പാരൻ്റായി മാറുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. നല്ലൊരു പാരൻ്റ് നല്ലൊരു ഭാവിയെ, വലിയൊരു തലമുറയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പാരൻറ്റിങ് പഠിക്കേണ്ടത്. അപ്പോൾ പാരൻറ്റിങ്ങിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 തരം പാരൻറ്റിങ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നെഗ്ലക്റ്റ്ഫുൾ എന്നുള്ളത്. ഈ നെഗ്ലക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഇടപെടാത്ത ആളാണ്. കുട്ടികളുടെ ഒരു കാര്യത്തിലും ഇടപെടൂല. കുട്ടി കുട്ടീൻ്റെ വഴിക്ക് പോകും, പിതാവ് പിതാവിൻ്റെ വഴിക്ക് പോകും. അതാണ് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് എന്ന് പറയുന്നത്. പെർമിസീവ് പാരൻറ്റിങ് എന്നുള്ളതാണ് രണ്ടാമത്തത്. കുട്ടിക്ക് എല്ലാറ്റിനും സമ്മതം കൊടുക്കും. കാരണം ഞാൻ സമ്മതം കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് എന്നോട് എന്താ പറയുക, എന്നോട് വെറുപ്പായിരിക്കും, എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, കുട്ടിക്ക് ടെൻഷനായിരിക്കും. ആ ഒരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതാണ് പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും സമ്മതമൊന്നും കൊടുക്കൂല. ഭയങ്കര നിയമങ്ങളൊക്കെ പറയുന്ന ആളായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കുട്ടിക്ക് ഒരു ഫ്രീഡും കൊടുക്കൂല. നാലാമത്തെ ടൈപ്പാണ് അതോറിറ്റേറ്റീവ് എന്ന് പറയും. ഇദ്ദേഹം കൂളായിരിക്കും. കുട്ടികൾക്ക് സമ്മതം കൊടുക്കും. ചില കാര്യങ്ങളിൽ സമ്മതം കൊടുക്കൂല. പക്ഷെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്തുകൊണ്ടാണ് സമ്മതം തന്നത്, എന്തുകൊണ്ടാണ് സമ്മതം തരാത്തത്, അതൊക്കെ കൃത്യമായിട്ട് കുട്ടിയോട് ഡിസ്കസ് ചെയ്യും. പിന്നെ കുട്ടികളുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുക്കും. എന്നാൽ ഒരു കാര്യം ഉണ്ടാവും ചെയ്യും, കുട്ടികളെ നിയന്ത്രിക്കുന്നുണ്ടാവും. ഈ ഒരു ടൈപ്പാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ശരി? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഏത് ടൈപ്പാണ് നല്ലത്? നെഗ്ലക്റ്റ്ഫുൾ ആയാൽ കുട്ടിയുടെ ഒരു കാര്യത്തിൽ ഇടപെടാത്ത പിതാവല്ലേ, അല്ലെങ്കിൽ മാതാവല്ലേ, കുട്ടിക്ക് അവരോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ഈ കുട്ടിക്ക് തീരെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാവാൻ സാധ്യത ഉണ്ട്. കാരണം കുട്ടിക്ക് എല്ലാറ്റിനും സമ്മതമല്ല, ഒന്നിലും ഇടപെടുന്നില്ലല്ലോ. പെർമിസീവ് ആയാൽ ഈ കുട്ടിക്ക് തീരെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായോ? പിന്നെ ഇവർക്ക് മാതാപിതാക്കളെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊന്നും കാണാൻ കഴിയൂല. അതോറിറ്റേറിയൻ ആയാലും ഭയങ്കര വെറുപ്പായിരിക്കും. ടോക്സിക് പാരന്റിങ് അല്ലേ. പാരന്റ്സിന് തീരെ ഇഷ്ടം തന്നെ ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സമ്മതം കൊടുക്കും. പക്ഷെ കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പറ്റാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് പറയും. കുട്ടിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെ കുട്ടിയുടെ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും ഈ ഒരു അതോറിറ്റേറ്റീവ് ടൈപ്പ്. പിന്നെ ഈ ബാക്കിയുള്ള ടൈപ്പുകൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം. കൂടുതലും നമ്മൾ ഈ ഒരു ടൈപ്പാണ് ആവേണ്ടത്, അതോറിറ്റേറ്റീവ് എന്നുള്ളത്. മനസ്സിലായോ? പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് പാരന്റിങ് തിയറികളാണ് പറയാനുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയും. അറ്റാച്ച്മെന്റ് തിയറി. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളോട് നല്ല അറ്റാച്ച്മെന്റ് വേണം. അങ്ങനെ അറ്റാച്ച്മെന്റ് ഉള്ള മാതാപിതാക്കളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. കാര്യങ്ങളോടൊക്കെ, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും ദേഷ്യം ഉണ്ടാകുമ്പോഴൊക്കെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് കുട്ടികൾക്ക് ഉണ്ടാവും. മറ്റൊന്ന്, കുട്ടികൾക്ക് സോഷ്യൽ ബോണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും, സോഷ്യൽ സ്കില്ലുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മക്കളോട് ഫ്രണ്ട്ലി ആയി നിൽക്കണം, മക്കളുടെ കൂടെ നിൽക്കണം, ക്വാളിറ്റി ടൈം കൊടുക്കണം, അറ്റാച്ച്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴേ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം വരുള്ളൂ. മറ്റൊന്ന് സോഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ളതാണ്. പാരൻസിനെ കണ്ടിട്ടായിരിക്കും കുട്ടികൾ പഠിക്കുക. അപ്പോൾ പലപ്പോഴും പാരൻസിനെ ഒബ്സർവ് ചെയ്യും, മോഡൽ ചെയ്യും, വിശേഷിച്ച ചെറിയ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു റോൾ മോഡലായി മാറാൻ കഴിയണം. സൂപ്പർ ഹീറോസ് ആയിട്ട് മാറണം. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്കളുടെ മുമ്പിൽ പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളെ ചെയ്യാവൂ എന്നുള്ളതാണ്. മൂന്നാമതൊരു സംഗതിയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ ചിന്തകളിൽ മാറ്റം വരും. അപ്പോൾ വയസ്സിനനുസരിച്ചുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. വയസ്സിനനുസരിച്ചുള്ള ചലഞ്ചുകൾ കൊടുക്കണം. വയസ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം.
ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ വയസ്സിനനുസരിച്ചുള്ള ടോയ്സ് നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഒരു സാധനമാണ് ബിഹേവിയറൽ തിയറി എന്ന് പറഞ്ഞത്. ബിഹേവിയർ ഒക്കെ എന്താണ്? റീഇൻഫോഴ്സ്മെന്റിലൂടെയാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കളെ പ്രശംസിക്കണം. അപ്പോൾ ആ മക്കൾ ആ നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനഡ് ഇഗ്നോറിംഗ് എന്നാ പറയുക. പ്ലാനഡ് ഇഗ്നോറിംഗ്. കുട്ടികൾ എന്ത് ചെയ്യരുത്? മെയിൻറ്റെയിൻ ചെയ്യരുത്. അവർക്ക് സ്നേഹം കരുതലൊന്നും കിട്ടാത്ത പോലെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ മക്കൾ വിചാരിക്കും ഇത് വേണ്ടാത്ത കാര്യമാണ്, ഇത് ചെയ്തിട്ടാണ് എൻ്റെ പേരൻസ് ഇങ്ങനെ എന്നുള്ള ചിന്ത വരികയും ആ ഒരു പ്രവർത്തനം ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ നല്ല കാര്യങ്ങൾ പ്ലാൻഡ് അറ്റൻഡിങ് വേണം. പ്രൈസ് ചെയ്യണം, മക്കളെ പ്രശംസിക്കണം. അപ്പോൾ ഈ ബിഹേവിയർ കുട്ടികൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ ഒരു 4 തിയറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പാരന്റിങ് ടിപ്സ് ആണ്. പ്രധാനമായിട്ടും പാരന്റിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, കേൾക്കുക എന്നുള്ളതാണ്. നല്ലൊരു ശ്രോതാവുക. കുറെ സംസാരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ പാരന്റ്സിനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പാരന്റ്സിനെന്ന് മാത്രമല്ല, ഇങ്ങനത്തെ മനുഷ്യന്മാരെ തന്നെ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ശ്രോതാവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. മറ്റൊന്ന് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പറഞ്ഞാൽ മക്കളുടെ ഇമോഷനെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. ദേഷ്യം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോഴൊക്കെ അതിനെ കോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം ആവശ്യമാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നും അതിനോടൊക്കെ കോപ്പപ്പ് ചെയ്യണമെന്നും അതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പിന്നെ എന്താ പഠിപ്പിച്ചു കൊടുത്താൽ ഭാവിയിൽ നല്ല പക്വതയുള്ള മക്കളായിട്ട് അവരിങ്ങനെ ഉയർന്നു വരും. പിന്നൊന്ന് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് എന്നുള്ളതാണ്. കുട്ടികൾക്ക് എന്തെല്ലാമാണ് അവരുടെ ബൗണ്ടറി എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ചെറുപ്പം മുതലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കും, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ളതൊക്കെ ചെറിയ പ്രായം മുതലേ നമ്മളിങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുവരണം മക്കളെ. മറ്റൊന്ന് പ്രൊമോട്ട് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ്. നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികളെ കൂടി അതിൽ ഉൾക്കൊള്ളിക്കുക. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? ചെറിയ പ്രായം മുതലേ പ്രോബ്ലം സോൾവിങ് സ്കില്ല് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വരും. അപ്പൊ അത് വലിയൊരു സ്കില്ല് മക്കളെ പഠിക്കാൻ നമ്മൾ പ്രാപ്തരാക്കുന്ന പോലെയാണ്. മനസ്സിലായോ? പിന്നെ ഇതിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ബുക്സ് ഉണ്ട്. ഒന്ന് ദ ഹോൾ ബ്രെയിൻ ചൈൽഡ് എന്ന് പറയും. അതില് 12 സ്ട്രാറ്റജികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ബ്രെയിൻ ഉപയോഗിച്ച് കുട്ടികളെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പാരന്റിങ് നടത്താം എന്നുള്ളതാണ്. നല്ല പുസ്തകമാണ്. രണ്ടാളുകൾ കൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മറ്റൊന്ന് ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ. കുട്ടികൾ നമ്മളെ കേൾക്കണം. അപ്പോൾ അതിന് ഏത് രീതിയിലാണ് കുട്ടികളോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് പറയുന്ന അതിന്റെ ആർട്ട് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. മറ്റൊന്ന് റേസിംഗ് ആൻഡ് ഇമോഷണലി ഇന്റലിജന്റ് ചൈൽഡ്. വളരെ ഇമോഷണൽ ഇന്റലിജന്റ് ആയ കുട്ടിയെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നാലാമത് 5 ലവ് ലാംഗ്വേജസ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻക്ക് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള 5 ലവ് ലാംഗ്വേജുകൾ എന്തെല്ലാമാണ് എന്നതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 5 പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഇനി വായിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു LLM ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആദ്യം ഒരു പേഴ്സോണ പ്രോംപ്റ്റ് കൊടുക്കുക. നീ ഒരു നല്ലൊരു ബുക്ക് റീഡർ ആൻഡ് ബുക്ക് സമ്മറൈസർ ആയി മാറണം എന്നുള്ള റോള് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പുസ്തകം കൊടുത്തിട്ട് അതിന്റെ സമ്മറി, അതിലുള്ള കൺസെപ്റ്റുകൾ, അതിലുള്ള ഐഡിയകൾ, അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, പ്രധാനപ്പെട്ട കോഡ്സ് അതൊക്കെ ഷെയർ ചെയ്ത് തരാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പുസ്തകം വായിച്ച് പ്രതീതിയായിരിക്കും. അപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 4 പുസ്തകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിച്ച് തീർക്കാം. അതിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയയും ധാരണയും കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ഒക്കെ ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ കേട്ടാലും മതി. പക്ഷെ റിവ്യൂ കേൾക്കുന്നതിനേക്കാളും നല്ലത് ഇവരുടെ സമ്മറി, അതിലുള്ള തീംസ്, അതിന്റെ കൺസെപ്റ്റുകൾ, അതിലുള്ള ഐഡിയകൾ അങ്ങനെയൊക്കെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് പഠിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് AI ടൂൾസ്, ബാർക്ക്, കോസി ഫാമിലി, അതേപോലെ ഫാമിലി ഓർബിറ്റ്, പാരന്റിംഗ് പോഡ്, ഔർപാക്റ്റ് ഒക്കെ പ്രധാനപ്പെട്ട കുറച്ച് സാധനമാണ്. ഇതിൽ കോസി കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അതേപോലെ പാരന്റിംഗ് ബോർഡും ഫാമിലി ഓർബിറ്റ് ഒക്കെ നല്ല സാധനങ്ങളാണ്. അപ്പൊ ഇതിൽ രണ്ടെണ്ണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് തുറന്നിട്ട് സൈനപ്പ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സംഗതി പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് ഇതിലുള്ള ടൂൾസ്. അപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് തുറന്നാൽ തന്നെ അതിന്റെ ലിങ്ക് ഞാൻ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിന്റെ ലിങ്കിലേക്ക് പോകും. അപ്പൊ 5 ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കുക. 2 3 ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചിലത് പെയ്ഡ് ഉണ്ടാവും, ചിലത് ഫ്രീ ട്രയലുകൾ ഉണ്ട്, ചിലത് ഫ്രീ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ പാരന്റിങ്ങിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ഇതൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക, തുറന്നു നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ടൂൾസ് ഉണ്ട്. ഇനി മോർ ടൂൾസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോംപ്റ്റ് കൊടുത്താൽ മതി. പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ല റെലവൻ്റ് ആയ വളരെ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ടൂൾസ് ഏതെല്ലാമാണ് എന്നുള്ള പ്രോംപ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ ഒരുപാട് അതിന്റെ എന്താ പറയുക, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ടൂൾസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുകയും ചെയ്യും. പിന്നെ സ്ട്രക്ചേർഡ് പാരന്റിങ് എന്നുള്ളതാണ്. പറഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ സാധനമാണ്. പറഞ്ഞാൽ ഒരു പാരന്റിന് ഉണ്ടായിരിക്കേണ്ട നോളേജ്. അപ്പൊ നമ്മളെ കുട്ടിയെ എങ്ങനെ നമുക്ക് പാരന്റിങ് നടത്താം, അപ്പൊ പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് എങ്ങനെ നമ്മളെ കുട്ടിയെ വളർത്താനുള്ള സംഗതി നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പാറ്റേൺ ആണ് പാരന്റ് എന്നുള്ളത്.
പാരന്റ് എന്ന് പറഞ്ഞാൽ പി ഫോർ പേഴ്സണലൈസ്ഡ് അഡ്വൈസ് ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും കുട്ടിനെ എങ്ങനെയൊക്കെ വളർത്തുന്നത് കിട്ടിയാൽ പോരാ. നമുക്ക് നമ്മുടെ കുട്ടീനെ, അപ്പൊ കുട്ടിന്റെ വയസ്സ്, കുട്ടിയുടെ പേര്, കുട്ടിയുടെ നാട്, കുട്ടിയുടെ ഇഷ്ടങ്ങള്, കുട്ടിയുടെ സ്വഭാവം, ഇതൊക്കെ എന്ത് ചെയ്യുക, ആദ്യം പിന്നെ LLM കൊടുക്കുക. അപ്പൊ ആദ്യം ഒരു പേഴ്സോണ കൊടുക്കണം. ഈ ഒരു പാരന്റിങ് കോച്ച് അത്ര വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു പാരന്റിങ് കോച്ച് ആവണം എന്നുള്ള ഒരു പേഴ്സോണ പ്രോംപ്റ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ഒരു പേഴ്സണലൈസ്ഡ് അഡ്വൈസ് ചോദിക്കുക. നിങ്ങളുടെ കുട്ടിന്റെ വയസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഈ കുട്ടിനെ വളർത്താനുള്ള ഒരു അഡ്വൈസ് തരൂ എന്ന് പറയാം. അപ്പൊ ഏകദേശം പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് ലിസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോംപ്റ്റ് കൊടുക്കുക. എൻ്റെ കുട്ടിനെ ആക്റ്റീവ് ലിസണിങ്, എൻ്റെ കുട്ടി ഒരു കാര്യം പറയുമ്പോൾ ആക്റ്റീവ് ലിസണിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉഷാറാവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ചോദിക്കേണ്ടത് റെസ്പെക്ട്ഫുൾ ബൗണ്ടറീസ് ആർ ഫോർ റെസ്പെക്ട്ഫുൾ ബൗണ്ടറീസ്. എൻ്റെ കുട്ടിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അപ്പോൾ അതിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ എമ്പതി ഡെവലപ്മെന്റ്, എൻ്റെ കുട്ടിയിൽ എങ്ങനെ എമ്പതി ഡെവലപ്പ് ചെയ്യാം, അതാണ് ഇ ഫോർ എമ്പതി ഡെവലപ്മെന്റ്, അതും കിട്ടും. പിന്നെ എൻ ഫോർ നെർച്ചറിങ് ഇമോഷണൽ ഗ്രോത്ത്, എൻ്റെ കുട്ടിയിൽ ഇമോഷണൽ ഗ്രോത്ത് എങ്ങനെ നെർച്ചർ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ അടുത്ത് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ പേഴ്സണലൈസ്ഡ് അഡ്വൈസ് കൊടുത്തതുകൊണ്ട്, ഇവിടെ കുട്ടിയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട്, പിന്നെ ഈ കിട്ടുന്നതൊക്കെ നിങ്ങളെ കുട്ടീനെ വളർത്താനുള്ള സാധനമായിരിക്കും കിട്ടുക. നിങ്ങൾ ആ കുട്ടിക്ക് നിങ്ങളെ പ്രായം കൊടുത്തിട്ടുണ്ട്, വയസ്സ് കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. പിന്നെ ടീച്ചിങ് പ്രോബ്ലം സോൾവിങ്, എൻ്റെ കുട്ടിക്ക് ഡെസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ഈ ഒരു പാരന്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാരന്റിങ്ങിൽ ആവശ്യമുള്ള ഏകദേശം എല്ലാ സാധനവും ഇതിന് കിട്ടി. പിന്നെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പുതിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, ആൻസർ കിട്ടും. അതും നിങ്ങൾക്ക് ടൈലേർഡ് ആയിട്ട് തന്നെ, ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇവിടെ ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ എക്സ്ട്രാ പുതിയതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പൊ ഇത് മറക്കരുത്, പാരന്റ് എന്നുള്ളൊരു സാധനം. പി ഫോർ പേഴ്സണലൈസ്ഡ് അഡ്വൈസ്, ആൻഡ് എ ഫോർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർ ഫോർ റെസ്പെക്ട്ഫുൾ ബൗണ്ടറീസ്, ഇ ഫോർ എമ്പതി ഡെവലപ്മെന്റ്, എൻ ഫോർ നെർച്ചറൽ ഇമോഷണൽ ഗ്രോത്ത്, ടി ഫോർ ടീച്ചിങ് പ്രോബ്ലം സോൾവിങ്. അപ്പൊ ഇതിൽ ഏകദേശം എല്ലാ കാര്യമുണ്ട്, മനസ്സിലായോ? പിന്നെ നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് വീഡിയോസ് ആണ്. ഇതൊക്കെ അധികം ടെഡ്എക്സ് വീഡിയോസ് ആണ്. അപ്പോൾ പിന്നെ ഒരു 6, 7, 15 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. എന്നാലോ ഭയങ്കര ഇമ്പാക്റ്റ്, ഒരുപാട് റിസർച്ചും സർവേകളൊക്കെ നടത്തിയിട്ട് കണ്ടെത്തിയ ഫൈൻഡിങ്സും ആയിരിക്കും. ഏറ്റവും നല്ല റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൽ പോയിട്ട് അതിന് ലിങ്ക് ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ മതി, ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ അതൊക്കെ മില്യൺസ് ആളുകൾ, പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോസ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോസ് ഒക്കെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് വലിയൊരു ഇൻസൈറ്റ് പാരന്റിങ്ങിനെ കുറിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ദിവസം അന്നാന്ന് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ 5 കാണാൻ പറ്റില്ലെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കാണണം കേട്ടോ. ദ പവർ ഓഫ് വൾനറബിലിറ്റി, ഹൗ ടു ടാക്ക് സോ കിഡ്സ് വിൽ ലിസൺ, വാട്ട് മേക്സ് എ ഗുഡ് പാരന്റ്, പാരന്റിങ് വിത്ത് ലവ് ആൻഡ് ലോജിക്, ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാരന്റിങ്ങിനെ കുറിച്ച് വലിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും, നല്ലൊരു ഐഡിയയും കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങൾ കേൾക്കണം കേട്ടോ. കേൾക്കുക, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ ഓരോ കാര്യങ്ങളും അന്നാന്ന് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക.